ചില വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിനൊരു കുളിർമയാണ്. അത്തരമൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് അമ്മയ്ക്ക് പരീക്ഷയാണ്. അമ്മ പരീക്ഷ എഴുതി കഴിയുന്നത് വരെ കാത്തിരിക്കാൻ പറ്റാത്ത ഒരു പിഞ്ചു കുഞ്ഞ് വിശന്നിട്ടാണ് കരയുന്നത്. ഇത് കണ്ട ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന യുവതിയുടെ 2 മാസം പ്രായമുള്ള കുഞ്ഞിന് മുലയൂട്ടി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥയാണ് ഇത്തരത്തിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നത്. കുഞ്ഞിൻ്റെ അമ്മ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും അമ്മ ഇറങ്ങാൻ വൈകുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് ആ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പരീക്ഷാ കേന്ദ്രമായിട്ടുള്ള നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിലാണ് സംഭവം. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന തിരുവനന്തപുരം നോർത്ത് ഡിവിഷനിലെ വനിതാ പോലീസ് കോൺസ്റ്റബിളാണ് കൊല്ലം പള്ളിമണൽ ഇളവൂർ പാർവതി നിവാസിൽ പാർവതി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ ഇവരെ സഹായിക്കുന്നത്. പട്ടം സ്വദേശിയായ യുവതി ഭർത്താവിനും 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനൊപ്പമായിരുന്നു പരീക്ഷയ്ക്ക് എത്തിയത്. 7:30 മുതൽ 8:30 വരെ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കേണ്ട സമയമായിരുന്നു. യുവതി പരീക്ഷാ ഹാളിൽ പ്രവേശിച്ച് ലോഗിൻ പ്രക്രിയയും പൂർത്തിയാക്കി കഴിഞ്ഞ ശേഷം കുഞ്ഞ് നിർത്താതെ കരയാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞുമായി യുവതിയുടെ ഭർത്താവ് പരീക്ഷ നടക്കുന്ന കെട്ടിടത്തിന് സമീപത്തെത്തി സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ലോഗിൻ പ്രക്രിയ പൂർത്തിയാക്കിയ യുവതിക്ക് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മനസ്സിലാകുന്നത്. ഇത് മനസ്സിലാക്കിയ പാർവതി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ ഉടൻ തന്നെ കുഞ്ഞിന് മുലപ്പാൽ നൽകാൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയ കുഞ്ഞിന്റെ മാതാവ് ഭർത്താവിനൊപ്പം പാർവതിയെ നേരിൽ പോയി കണ്ട് നന്ദി അറിയിച്ചു. തൻ്റെ 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മുഖമാണ് ആ സമയത്ത് തനിക്ക് ഓർമ്മ വന്നതെന്നാണ് ആ ഉദ്യോഗസ്ഥ അവർക്ക് നന്ദി പറയാൻ വന്ന സമയത്ത് പറഞ്ഞു കൊടുത്ത മറുപടി. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും ഹൃദയം നിറയും. കാരണം അമ്മ എന്നതൊരു വലിയ വികാരമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. അതേസമയം ഇത്തരത്തിലുള്ള മാതൃത്വം തുളുമ്പുന്ന ഒരുപാട് ആഴത്തിൽ ചിന്തിക്കേണ്ടി വരുന്ന ചില വാർത്തകൾ പലപ്പോഴും മാധ്യമങ്ങളിൽ ഇടം പിടിക്കാറുണ്ട്. നമുക്കറിയാം, വയനാട് ദുരന്തം എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ ആളുകളുടെ ജീവനും ഒക്കെ കവർന്നെടുത്ത ആ ഒരു മഹാദുരന്തം, ആ ഒരു സമയത്തും ഇത്തരത്തിൽ ഒരു യുവതി അല്ലെങ്കിൽ ഒരു കുടുംബം രംഗത്ത് വന്നിരുന്നു, ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അതായത് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വലിയ സാഹചര്യം ഇല്ലാത്ത ഞങ്ങൾക്ക്, വയനാട്ടിലെ ആളുകൾക്ക്, വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്ന ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടുള്ള ആളുകൾക്ക് ഒരു സഹായം നൽകാൻ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു സഹായം നൽകാൻ തയ്യാറെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്ന ഒരു ഭാര്യയും ഭർത്താവും. അതായത് തൻ്റെ 2ാമത്തെ കുട്ടി ഫീഡിങ്ങിൻ്റെ സമയമായതുകൊണ്ട് തന്നെ തനിക്ക് മുലപ്പാൽ നൽകി സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു വന്ന ഭാര്യയെ പൂർണ്ണമായിട്ട് പിന്തുണച്ചുകൊണ്ട് ഭർത്താവ് ആ ഒരു സന്നദ്ധത അറിയിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. പക്ഷെ അതിനെ മലയാളികൾ എടുത്തത്, മലയാളികൾ എന്ന് മുഴുവനായല്ല എങ്കിൽ പോലും ഒരുപക്ഷം മലയാളികൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ എടുത്തു. ആ സന്നദ്ധത അത് വലിയ രീതിയിൽ മോശമായിട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. പക്ഷേ പിന്നീട് ഒരുപറ്റം ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് മറുപടി കൊടുത്ത് രംഗത്തെത്തിയതോടെ അവരുടെ ആ ഒരു പ്രവൃത്തി എത്രമാത്രം മൂല്യമുള്ളതാണ് എന്ന് ശ്രദ്ധേയമായിരുന്നു. അതായത് വിശപ്പകറ്റാൻ വേണ്ടി ഒരമ്മ ഒരു കുഞ്ഞിന് മുലപ്പാൽ നൽകുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ പുണ്യം ഈ ലോകത്ത് വേറെയുണ്ടോ എന്ന് തന്നെ സംശയമാണ്. നമ്മൾ ഓരോ കുഞ്ഞുങ്ങളും ഈ മുലപ്പാൽ അത് തുടങ്ങിയാണ് നമ്മുടെ ജീവിതം തന്നെ ആരംഭിക്കുന്നത്. അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് അത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കിട്ടാതിരിക്കുമ്പോൾ അത് പരിഹരിക്കാൻ ആരെങ്കിലും മുന്നിട്ടിറങ്ങുക എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷകരമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത്തരം ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതേസമയം ഇത്തരത്തിൽ ഈ മാതൃത്വം എന്നതിനേക്കാളുപരി സ്വന്തം ഡ്യൂട്ടിയിലിരിക്കുമ്പോഴും ആ ഡ്യൂട്ടി സമയത്തും ഒരു മനുഷ്യത്വം പ്രകടിപ്പിക്കുന്ന ചില ഉദ്യോഗസ്ഥർ കൂടെ നമുക്കിടയിൽ ഉണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഈ ഒരു വാർത്ത. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വളരെ വലിയ രീതിയിൽ വൈറലായിരുന്നു. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഒരു ആംബുലൻസിന് വഴി കാണിക്കാൻ വേണ്ടി റോഡിലൂടെ ഓടുന്ന വഴി റെഡിയാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ. ആ വീഡിയോ വളരെയധികം ആളുകളാണ് പോസിറ്റീവായിട്ട് എടുത്തത്. ചികിത്സയ്ക്കിടയിൽ മരിച്ച സ്ത്രീയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ പണമില്ലാത്ത വിഷമിച്ച വീട്ടുകാർക്ക് പണയം വയ്ക്കാൻ സ്വന്തം വളയൂരി കൊടുത്തിട്ടുള്ള ഒരു പോലീസുകാരിയായിരുന്നു ആ ഒരു സംഭവത്തിൽ, ആ ഒരു വീഡിയോയിലും ഉണ്ടായിരുന്നത് എന്നത് പിന്നീടാണ് പലരും മനസ്സിലാക്കിയത്. മുടി കൊഴിഞ്ഞ ക്യാൻസർ രോഗികൾക്ക് വിഗ് ഉണ്ടാക്കി നൽകാൻ വേണ്ടി തൻ്റെ മുടി മുഴുവനായി മുറിച്ചു നൽകിയതും ഇതേ ഉദ്യോഗസ്ഥ തന്നെയാണ്.
അപർണ ലവകുമാർ എന്ന് പറയുന്ന മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട തൃശ്ശൂർ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ SI ആണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥ. ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടാണ് അപർണ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. രൂക്ഷമായ ഗതാഗത കുരുക്കിനിടെ അത്യാസന്ന നിലയിൽ രോഗിയുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസിന് മുന്നിൽ ഓടി വഴിയൊരുക്കുന്ന അപർണയുടെ വീഡിയോ ആണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പടർന്നതും. കേരള പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ച ദൃശ്യങ്ങളാണ് പിന്നീട് വ്യാപകമായി പ്രചരിച്ചത്. തൃശൂർ കോലോത്തും പാടത്ത് അശ്വിനി ജംഗ്ഷനിൽ ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അങ്ങനെ ഒരു വീഡിയോയ്ക്ക് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ഗതാഗത കുരുക്ക് രൂക്ഷമാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ആംബുലൻസിന് പിന്നിൽ നിന്ന് ഓടി വന്ന് മുന്നിലുള്ള വാഹനങ്ങളെല്ലാം ഡ്രൈവർമാരോട് വാഹനം ഒതുക്കണം എന്നുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് അപർണ സജീവമായി രംഗത്തെത്തിയത്. ഏറെ ദൂരം ഓടി മറ്റു വാഹനങ്ങൾ റോഡിന്റെ വശങ്ങളിലേക്ക് ആക്കി ഒതുക്കി കൊടുത്തതിന് ശേഷം ആംബുലൻസിന് സുഗമമായി പോകാനുള്ള വഴി ഈ ഉദ്യോഗസ്ഥ ഒരുക്കി നൽകുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസിനാണ് ഈ ഉദ്യോഗസ്ഥ വഴിയൊരുക്കി നൽകിയത്. താൻ ചെയ്തത് പോലീസ് സേനയിലെ ഏതൊരംഗവും ചെയ്യുന്ന കാര്യമാണെന്നും അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ ഒരു സംഭവത്തിന് ശേഷം അപർണ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ആംബുലൻസ് ഞങ്ങൾക്ക് സഞ്ചരിച്ച പിങ്ക് പോലീസ് വാഹനത്തെ ആദ്യം മറികടന്നു പോയി. എന്നാൽ പിന്നീട് വാഹനം ഗതാഗത കുരുക്കിൽ പെടുകയായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞതോടെയാണ് താൻ പോലീസ് വാഹനത്തിൽ നിന്നിറങ്ങി ഓടിച്ചെന്ന് ആംബുലൻസിന് വഴിയൊരുക്കിയതെന്നാണ് അവർ പറഞ്ഞത്. അതേസമയം 2002 അപർണ കേരള പോലീസിന്റെ ഭാഗമായത്. 2009 ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിളായി ഇരുന്നപ്പോഴാണ് അവർ ആദ്യമായിട്ട് വാർത്തകളിൽ നിറഞ്ഞത്. ഒരു സ്ത്രീയുടെ മൃതദേഹം ബില്ലടയ്ക്കാതെ വിട്ടു നൽകില്ല എന്ന് വിസമ്മതിച്ചതോടെ ആശുപത്രി അധികൃതർക്ക് മുന്നിൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സ്വന്തം കയ്യിലുണ്ടായിരുന്ന അവരുടെ സ്വർണ്ണവള ഊരി നൽകി പ്രശ്നം പരിഹരിച്ച ഒരു രീതി അത് ഏറെ ശ്രദ്ധേയമായിരുന്നു. അതുപോലെ തന്നെ 2019 മുടി കൊഴിഞ്ഞ ക്യാൻസർ രോഗികൾക്ക് വിഗ് ഉണ്ടാക്കി നൽകുന്നതിനായിട്ട് തൻ്റെ മുടി അവർ മുഴുവനായി മുറിച്ച് നൽകുകയും ചെയ്തു. ഇരിങ്ങാലക്കുടയിലെ തൃശൂർ റൂറൽ വനിതാ പോലീസ് സ്റ്റേഷനിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആയിരുന്നു അന്ന് അപർണ. ഇത്തരത്തിൽ നിരവധി ഉദ്യോഗസ്ഥരുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ ഭയത്തോടെ നോക്കുന്ന ആളുകളാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എന്നുള്ളവരൊക്കെ. പക്ഷേ അവർക്ക് ഉള്ളിലും നല്ലൊരു മനുഷ്യത്വമുള്ള നല്ലൊരു മനസ്സുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ വാർത്തകളൊക്കെ.